ഇന്നൊരു മൂവിയുടെ സൈക്കോളജിക്കൽ അനാലിസിസ് ആണ്. രാഹുൽ രവീന്ദ്രൻ ഡയറക്ട് ചെയ്തിട്ടുള്ള ഗേൾ ഫ്രണ്ട് എന്ന ചിത്രത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ആ ചിത്രം കണ്ടിട്ടില്ല എങ്കിൽ തുടർന്ന് കാണേണ്ടതില്ല, കാരണം സീൻസിനെ പറ്റി കുറച്ച് സംസാരിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. ഞാൻ സ്വാതി ചന്ദ്രൻ, ബോധാസായിലെ ചീഫ് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ചിത്രത്തിലെ മെയിൻ കാസ്റ്റ് രശ്മിക അവതരിപ്പിച്ച ഭൂമിയും അതുപോലെ തന്നെ ദീക്ഷിത് അവതരിപ്പിച്ച വിക്രം എന്ന ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ വിക്രമിനെ പറ്റിയാണ് ആദ്യം പറഞ്ഞു തുടങ്ങുന്നത്. കുറച്ച് ലെങ്തി ആവുമെങ്കിൽ നമുക്ക് ഭൂമിയെ പറ്റി നെക്സ്റ്റ് വീഡിയോയിൽ സംസാരിക്കും. പൊതുവെ ടോക്സിക് എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളൊന്നും വിക്രമിൽ നമുക്ക് ചിത്രത്തിൽ കാണാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹം വളരെ ടോക്സിക് ആണ് ചിത്രത്തിൽ. എന്താണ് ടോക്സിക്? അതായത് നമ്മൾ പ്രണയം എന്ന് കരുതുന്ന പല കാര്യങ്ങളും ഒരു പക്ഷേ വളരെയധികം ടോക്സിക് ആയിരിക്കും. ടോക്സിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഫിസിക്കൽ അബ്യൂസ് മാത്രമല്ല. നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്, നിങ്ങളുടെ ഐഡന്റിറ്റി സപ്രസ് ചെയ്യുന്നത് എല്ലാം ടോക്സിസിറ്റി തന്നെയാണ്. അപ്പൊ ഒരു സൈക്കോളജിക്കൽ ലെൻസിലൂടെ വിക്രമിന്റെ ക്യാരക്ടറിനെ കാണാനാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ചിത്രം ഇതേ ആശയം തന്നെയാണ് പങ്കുവെക്കുന്നത് എന്ന് അവകാശപ്പെടുകയല്ല, മറിച്ച് ഒരു സൈക്കോളജിസ്റ്റിന്റെ പെർസ്പെക്ടീവിൽ ഈ ചിത്രത്തെ ഒന്ന് കാണുകയാണ്. റിലേഷൻഷിപ്പ് ടോക്സിക് ആണെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് കപ്പ് ആൻഡ് ഡ്രാമ ട്രയാങ്കിൾ മനസ്സിലാക്കുന്നത് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. കപ്പ് ആൻഡ് ഡ്രാമ ട്രയാങ്കിൾ പറയുന്നത് 1960s വന്നൊരു സ്റ്റഡിയാണത്. അതിൽ പറയുന്നത് ഒരു വ്യക്തി തന്നെ അൺഹെൽത്തി റിലേഷൻഷിപ്പിൽ 3 റോളുകൾ എടുക്കുമെന്നാണ്. ഒന്നെന്ന് പറയുമ്പോൾ റെസ്ക്യൂവർ റോൾ ആയിരിക്കും, അതായത് നിങ്ങളുടെ രക്ഷകൻ എന്നുള്ളൊരു റോള്. രണ്ടെന്ന് പറയുമ്പോഴത്തേന് വിക്ടിം റോൾ ആയിരിക്കും. ചിലപ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഞാനൊരു വിക്ടിമാണ്, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന റോൾ ഇവർ എടുക്കുമായിരിക്കും. മൂന്നാമത്തത് പെർസിക്യൂട്ടർ റോളാണ്. ഇവർ തന്നെ നിങ്ങളുടെ ശിക്ഷകനായിട്ട് മാറുകയും ചെയ്യും. ഈ 3 കാര്യങ്ങളും ഒരാൾ തന്നെ വരുമ്പോഴത്തേന് നമുക്ക് അവരുമായിട്ട് ട്രോമ ബോണ്ടിങ് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. വിക്രമിൽ നമുക്ക് ഈ 3 റോളുകളും കാണാൻ സാധിക്കും. അതിന് ഓരോ ഇൻസിഡൻസ് വെച്ചിട്ട്, സിനിമയിൽ കാണുന്ന ഓരോ ഇൻസിഡൻസ് വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. പണ്ട് മുതലേ നമ്മുടെ ചിത്രങ്ങളിൽ നായികയെ രക്ഷിക്കാൻ എത്തുന്ന നായകൻ, ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. പക്ഷെ ഈ ചിത്രത്തിലെ ആക്സിഡന്റ് സീൻ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മിസ്റ്റേക്ക് പറ്റുന്നത് ഭൂമയ്ക്കാണ്, അല്ലെങ്കിൽ അവരുടെ സുഹൃത്തിനാണ്. പക്ഷെ ഒരു കാരണവും അന്വേഷിക്കാതെ നേരിട്ട് വന്നിട്ട് ആ പോലീസ് ഓഫീസറെ തല്ലുകയാണ് ആ ചിത്രത്തിൽ ചെയ്തത്. അദ്ദേഹം പോലീസ് ഓഫീസർ ആണോ അല്ലയോ എന്നുള്ളതല്ല ഇവിടെ വിഷയം. പക്ഷെ അയാൾ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് പോലും അന്വേഷിക്കാതെ ഞാൻ എത്തിയിട്ടുണ്ട്, നിങ്ങളെ ഞാൻ രക്ഷിക്കാൻ, എന്റെ കോളേജിലെ സ്റ്റുഡൻസ് ആണ്, അവരെ രക്ഷിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി എനിക്കാണ് എന്നൊക്കെ അങ്ങ് സ്വയം തീരുമാനിക്കുകയാണ്. ഒരു സാഹചര്യത്തിൽ നമ്മൾ യൂഷ്വലി ഒരാളെ രക്ഷിക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ ആദ്യം അന്വേഷിക്കണം, അല്ലെ? അപ്പൊ ഇത് വളരെ ജെന്യുവിൻ ആയിട്ട് പുള്ളി കാണിച്ചതാണ് എന്ന് ചിന്തിക്കാതെ ഇതൊരു മെയിൽ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ മാത്രമുള്ളതാണ്. അതുപോലെ പേടിച്ചരണ്ട് നിൽക്കുന്ന നായിക, അതാണ് പുള്ളി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ട്ണറിലുള്ള ഏറ്റവും നല്ല ക്വാളിറ്റി. അത് പെട്ടെന്ന് കാണുമ്പോഴത്തേന് ആളങ്ങ് ഇംപ്രസ്ഡ് ആവുകയാണ്, പുള്ളിക്കാരി ഇംപ്രസ്ഡ് ആക്കാനായിട്ട് നോക്കുകയാണ്. ഇത് ഒരു തരം നമ്മൾ നാർസിസ്റ്റിക് ട്രേറ്റ്സിലൊക്കെ കാണുന്ന ഒരു എൻടൈറ്റിൽമെന്റ് ആണ്. ഞാൻ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പെട്ടുപോയേനെ എന്നുള്ള അവസ്ഥ മറ്റേ ആളിൽ ജനിപ്പിച്ചെടുക്കുക. ഭൂമിയെ മാനിപ്പുലേറ്റ് ചെയ്യുകയോ കൺട്രോൾ ചെയ്യുകയോ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അദ്ദേഹം ആ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് പോലും മാനിപ്പുലേഷൻ വഴിയാണ്. അതിനുശേഷം വളരെ നോർമൽ ആയിട്ട് അദ്ദേഹം സിനിമ കാണാൻ വേണ്ടി മാത്രമാണ് ഭൂമിയെ മുറിയിലേക്ക് ക്ഷണിക്കുന്നത്. സുഹൃത്തിന്റെ മുറിയിലേക്ക് സിനിമ കാണാൻ വേണ്ടി മാത്രം പോകുന്ന ഭൂമ അവിടെ വെച്ച് ഫോഴ്സ്ഫുള്ളി കിസ് ചെയ്യപ്പെടുകയാണ്. ഫൈറ്റോ ഫ്ലൈറ്റോ ചെയ്യുന്നതിന് പകരം അവിടെ ഒരു ഫ്രീസ് മോഡിലേക്കാണ് ഭൂമ പോകുന്നത്. അതിനെ അയാൾ കൺസെന്റ് ആയിട്ട് തെറ്റിദ്ധരിക്കുകയാണ്. പിറ്റേന്ന് ബോധത്തിലേക്ക് വരുന്ന ഭൂമ അറിയുന്നത് താൻ അയാളുടെ ഗേൾ ഫ്രണ്ട് ആയി എന്നുള്ളതാണ്. അതും മറ്റുള്ളവരിൽ നിന്ന്. അയാൾ ആ സമയം കൊണ്ട് തന്നെ കോളേജ് മുഴുവനും ആ കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ സീനിലും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും, ഷോൾഡറിലേക്ക് വന്നൊരു കൈ ഇങ്ങനെ ഇടുന്നൊരു സീനുണ്ട്. ആ കൺട്രോൾ വീണ്ടും വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് ഭൂമ അറിയുന്നത് താൻ ഒരാളുടെ ഗേൾ ഫ്രണ്ട് ആയിട്ട് മാറിയിട്ടുണ്ട്. നീളം ഇതുപോലെ തന്നെ ബൗണ്ടറീസ് വയലേറ്റ് ചെയ്യപ്പെടുകയാണ്. ഭൂമ ഒരു ബില്ല് പേ ചെയ്യാൻ നോക്കുമ്പോൾ പോലും അത് അയാളുടെ മെയിൽ ഈഗോയെ ഹെർട്ട് ചെയ്യുന്നുണ്ട്. തന്റെ കാമുകി അല്ലെങ്കിൽ പാർട്ട്ണർ ഒരു ബില്ല് പേ ചെയ്യുന്ന പോലും അയാൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ നീ വളരെ ഇന്നസെന്റ് ആണ്, നിനക്ക് സ്വഭാവം അറിയില്ല ബോയ്സിന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ നിന്ന് വരെ അവരെ വേർതിരിക്കുന്നുണ്ട്, അവരെ പോയിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ നാച്ചുറൽ ആയിട്ട് നമ്മളിപ്പോ ഇൻസ്റ്റഗ്രാം വീഡിയോസ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഒരു ആണിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞിട്ട് ഗേൾസിനെ അവരുടെ ബോയ്സിനായിട്ടുള്ള ഫ്രണ്ട്സിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുക. ഇതെല്ലാം ടോക്സിസിറ്റി തന്നെയാണ്. ഒരു ഗേളിനോ അല്ലെങ്കിൽ ബോയ്ക്കോ ചൂസ് ചെയ്യാൻ അറിയാം അവരുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണെന്നുള്ളത്. അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഡിസിഷൻ എടുക്കാനുള്ള അതോറിറ്റിയും അവർക്ക് തന്നെയാണ്. സോ ഈ റെസ്ക്യൂർ റോൾ ഉപയോഗിച്ച് തന്റെ പാർട്ട്ണറിനെ കൺട്രോളിൽ വരുത്തുക, അവരുടെ എല്ലാ തീരുമാനങ്ങളും എടുക്കാൻ കഴിയുക, അതുപോലെ തന്നെ അവരെ ഡിപ്പെൻഡന്റ് ആക്കി മാറ്റുക എന്നുള്ളത് ഇത്തരക്കാർക്ക് സാധിക്കും. ഈ ചിത്രത്തിൽ ഒരുപാട് സീൻസ് ഇതുമായിട്ട് റെലവെന്റ് ആയിട്ട് വരുന്നതുണ്ട്. ഇനി നമ്മുടെ ചിത്രങ്ങളിലൊക്കെ പണ്ട് കണ്ടുകൊണ്ടിരുന്ന അമ്മയെ വെച്ചുള്ള ഒരു കമ്പാരിസൺ, അതായത് എന്റെ അമ്മ ഇതുപോലെ ആയിരുന്നു, നിന്നെ പോലെ സ്നേഹിക്കുമായിരുന്നു, അതും ഈ ചിത്രത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ ചിത്രത്തിൽ പറയുന്നുണ്ട്, അച്ഛന്റെ അബ്യൂസ് കാരണമാണ് അമ്മ ഒന്നും മിണ്ടാത്ത ഒരാളായി മാറിയതെന്ന്. ഭൂമിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നിനക്ക് അമ്മയുടെ റോൾ എടുക്കാം, അമ്മയെ പോലെ തന്നെ ആവാം, അമ്മയെ പോലെ തന്നെ കുക്ക് ചെയ്യാം. പിന്നെ അമ്മയെ രക്ഷിക്കണമല്ലോ, അമ്മ ഒരുപാട് കുക്ക് ചെയ്ത് ബുദ്ധിമുട്ടുന്നുണ്ട്, സോ നീ ആ റോൾ എടുത്തോളൂ. പിന്നെ ജോലിക്ക് പോവുക, പിന്നെ 3 കുട്ടികളെ പ്രസവിക്കണം, അതൊക്കെ അയാൾ തന്നെയാണ് തീരുമാനിക്കുന്നത്, എത്ര കുട്ടികളെ പ്രസവിക്കണം എന്നുള്ളത് പോലും. അപ്പൊ അങ്ങനെ കുട്ടികളെയൊക്കെ പ്രസവിച്ചതിന് ശേഷം ജോലിക്ക് പോവുക എന്ന് പറയുന്നത് നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, സോ അവിടെയും നിന്നെ ഞാൻ രക്ഷിക്കാം,
നീ ജോലിക്കൊന്നും പോവണ്ട, വീട്ടിൽ ഇരുന്ന് കുക്ക് ചെയ്താൽ മതി. ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ വളരെ നാച്ചുറൽ ആയിട്ടാണ് ഈ ചിത്രത്തിൽ പറഞ്ഞു പോകുന്നത്. അപ്പൊ നമ്മൾ പണ്ട് വളരെയധികം ഗ്ലോറിഫൈ ചെയ്തിരുന്ന ചില ഡയലോഗുകൾ ഒട്ടും വില്ലനിസം ആണെന്ന് നമുക്ക് തോന്നിപ്പിക്കാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ വില്ലനിസം പുറത്ത് കാണിക്കുകയാണ് ചിത്രത്തിൽ. പോയിന്റ്സ് ഉള്ള ചിത്രത്തിലെ ഒരു പോയിന്റും കൂടി പറഞ്ഞോട്ടെ. അതായത് അവരുടെ വളരെ നാളത്തെ ആഗ്രഹമായ ഒരു സ്റ്റേജ് പെർഫോമൻസ് അത് ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് അവരെ സ്ലട്ട് ഷെയിം ചെയ്യുക, ബോഡി ഷെയിം ചെയ്യുക, അതായത് അവർക്കൊരു കഴിവുണ്ട് എന്ന് അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അയാൾ പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഫാക്ടറും വളരെയധികം ടോക്സിക് ആണ്. അപ്പം ഇങ്ങനെ എല്ലാ തരത്തിലും ഭൂമിയെ കൺട്രോൾ ചെയ്യുന്ന ഒരു പാർട്ട്ണറാണ് അദ്ദേഹം. അങ്ങനെ റെസ്ക്യൂ ചെയ്ത് അവസാനം അവർക്ക് ഒരു ഐഡന്റിറ്റി പോലും ഇല്ലാതാക്കാനാണ് പുള്ളി ശ്രമിക്കുന്നത്. എല്ലാ ടോക്സിക് റിലേഷൻഷിപ്പിലും ഇത് തന്നെയാണ് റെസ്ക്യൂവേഴ്സ് ചെയ്യുന്നത്. ഇനി എവിടെയാണ് വിക്രമിന്റെ വിക്ടിം റോൾ? ഭൂമിയുടെ സുഹൃത്തിനെ ഇയാൾ ഉപദ്രവിച്ചതിന് ശേഷം ഭൂമ തന്നിൽ നിന്ന് അകലും എന്ന് മനസ്സിലാക്കുന്ന സാഹചര്യത്തിൽ നേരെ പോയിട്ട് കാലു പിടിക്കുകയാണ്. സെഷൻസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പ്രശ്നമാണിത്. അതായത് ഇത്രയും മോശക്കാരനാണെങ്കിലും എന്ത് ചെയ്താലും അവസാനം എന്റെ കാലു പിടിക്കും, പുള്ളി കരയും എന്നൊക്കെ നമ്മളടുത്ത് വിക്ടിംസ് പറയുന്ന കേട്ടിട്ടുണ്ട്. ഇത് അവരെടുക്കുന്ന ഒരു വിക്ടിം റോൾ ആണെന്ന് മനസ്സിലാക്കുക. യൂഷ്വലി ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ അയാൾ അതിന്റെ കോൺസിക്വൻസസ് അനുഭവിക്കാൻ റെഡി ആയിരിക്കണം. പക്ഷെ ഇത്തരം സാഹചര്യങ്ങൾ ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്യുകയും ചെയ്യും, പക്ഷെ അതിന്റെ കോൺസിക്വൻസസ് അനുഭവിക്കാൻ ഇവര് റെഡി ആയിരിക്കില്ല. നേരെ ചെന്നങ്ങ് കാല് പിടിക്കും. കാല് പിടിക്കുന്നതോടുകൂടി ഇയാള്, അതായത് ഇപ്പുറത്ത് നിൽക്കുന്ന അബ്യൂസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ക്ഷമിക്കണം എന്നാണ് ഇവര് ആഗ്രഹിക്കുന്നത്. ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടാകാൻ പാടില്ല എന്നൊരു നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പൊ സുഹൃത്തിനൊപ്പം ഒന്ന് പുറത്തു പോകുന്ന ഭൂമ ഇയാളോട് പറയാൻ വിട്ടുപോയി എന്ന കാരണത്താൽ ഇയാൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു എന്ന് കാണിക്കുക. അതുപോലെ തന്നെ പിന്നീട് ഒരു അവസരത്തിൽ ഇയാളുടെ ടോക്സിസിറ്റി സഹിക്കാൻ കഴിയാതെ ഈ സ്ത്രീ റിലേഷൻഷിപ്പിൽ നിന്ന് പോകണം എന്ന് പറയുമ്പോഴത്തേന് ഉടനെ അയാള് കുറെ വിക്ടിം പ്ലേ അവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഇവര് പറയുന്നുണ്ട് നിനക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല, നീ സപ്ലീസ് ഒന്നും ക്ലിയർ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അപ്പൊ അതുകൊണ്ടാണല്ലോ നീ റിലേഷൻഷിപ്പ് വിട്ടു പോകുന്നത്, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. ഇതും നമ്മൾ സെഷൻസിൽ കേൾക്കുന്നതാണ്. കുറച്ച് ഹൈ അച്ചീവ്ഡ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ആണ് ഓപ്പോസിറ്റ് നിൽക്കുന്നതെങ്കിൽ എനിക്ക് നിന്റെ അത്ര കഴിവില്ലാത്തത് കൊണ്ടാണ്, ഞാൻ കൊള്ളാത്തത് കൊണ്ടാണ് നീ എന്നെ ഇട്ടിട്ട് പോകുന്നത് എന്ന് പറയും. അല്ലാതെ ഇവർ ചെയ്ത തെറ്റുകളുടെ മിസ്റ്റേക്സിന്റെ ഒന്നും റെസ്പോൺസിബിലിറ്റി ഇവർ ഒരു കാരണവശാലും ഏറ്റെടുക്കില്ല. ഈ വിക്ടിം റോള് കാണിക്കുന്ന മിക്കവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാനുള്ള കഴിവ് എനിക്കില്ല എന്ന് കാണിക്കുക. ഇപ്പൊ നമ്മൾ ആ സിനിമ കാണുമ്പോൾ മനസ്സിലാകും, ആ ഹോസ്റ്റലിൽ പോലും പല കാര്യങ്ങളും പിന്നെ ചെയ്തു കൊടുക്കുന്നത് ഭൂമിയാണ്. വാരി കൊടുക്കുക, അവിടെ വസ്ത്രം കഴുകി കൊടുക്കുക, സ്ഥലം ക്ലീൻ ആക്കുക. ഇതൊന്നും ഇയാൾ ഡയറക്റ്റ്ലി നീ ചെയ്യ് എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതല്ല. ഇതൊന്നും ചെയ്യാനുള്ള സ്കിൽ എനിക്കില്ല, ഇതൊക്കെ അമ്മ ചെയ്യുന്നുണ്ടായിരുന്നു, എനിക്കൊന്നും ചെയ്യാൻ അറിയില്ല, ഞാൻ ഇങ്ങനെ ആയിപ്പോയി, ഇങ്ങനെ ഒരു ഇമേജ് ഇവരിങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഈ ചിത്രത്തില് അവസാനം ഈ ഭൂമിയുമായിട്ടുള്ള ഇൻസിഡന്റിന് ശേഷം സുഹൃത്തുക്കൾ ഇയാളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കപ്പെടുമോ എന്ന ഡൗട്ട് വരുമ്പോഴത്തേന് അവിടെയും ഇരുന്ന് ഇയാൾ പറയുന്നത് ഞാൻ ഭയങ്കരമായിട്ട് ഇവളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ തീരുമാനങ്ങളും സ്വയം എടുത്ത് ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ മനുഷ്യന്റെ യാതൊരു അവകാശങ്ങളെയും പരിഗണിക്കാതിരുന്നിട്ട് ഉടനെ അവസാനം എന്തെങ്കിലും സംഭവിക്കും, അവർക്ക് ആ റിലേഷൻഷിപ്പ് സഫർ ആവുന്നു എന്ന് മനസ്സിലാക്കി അവർ അതിൽ നിന്ന് പോകാൻ ശ്രമിക്കുമ്പോഴത്തേനും ഞാനാണ് വിക്ടിം എന്ന് എല്ലാവരും മുമ്പിലും കാണിക്കുക. ഇതാണ് വിക്ടിം പ്ലേ, അതാണ് വിക്ടിം റോൾ. എന്താണ് ഗേൾ ഫ്രണ്ടിലെ വിക്രമിനെ പറ്റി സംസാരിക്കാൻ കാരണം എന്നുള്ളതെന്ന് വെച്ചാൽ ഇത്രയും നാളും നമ്മുടെ ചിത്രങ്ങൾ ഗുഡ് ഗൈ ഇമേജിൽ കാണിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ടോക്സിസിറ്റി ആയിരുന്നു. അത് കൃത്യമായി വരച്ചു കാണിച്ച ചിത്രമാണ് ഗേൾ ഫ്രണ്ട്. അപ്പോൾ ഇതിൽ ഇദ്ദേഹത്തിന്റെ പെർസിക്യൂട്ടർ റോളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. പെർസിക്യൂട്ടർ റോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ആ റിലേഷൻഷിപ്പ് ഭൂമ സ്റ്റോപ്പ് ചെയ്യുന്നതോടുകൂടി ഇയാളങ്ങ് ആകെ മാറി എങ്ങനെയും അവരെ നശിപ്പിക്കണം, അവരുടെ ഐഡന്റിറ്റി നശിപ്പിക്കണം, സ്ലട്ട് ഷെയിം ചെയ്യുക, അവരെ കൺട്രോൾ ചെയ്യുക, ഫിസിക്കലി അബ്യൂസ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും പുള്ളി ഇവിടെ ചെയ്യുന്നുണ്ട്. യൂഷ്വലി റിലേഷൻഷിപ്പുകൾ ബ്രേക്കപ്പ് ആവുമ്പോഴത്തേന് സ്ത്രീകൾക്ക് വരുന്നത് സ്ലട്ട് ഷെയ്മിങ് പോലുള്ള ത്രെറ്റനിങ് ആണ്. നീ വളരെ മോശമാണ്, അതുകൊണ്ട് നീ എന്നെ ഡിസർവ് ചെയ്യുന്നില്ല എന്ന് കാണിക്കുക. അല്ലെങ്കിൽ ആ സ്ത്രീ വളരെയധികം മോശമായത് കൊണ്ടാണ് തന്നെ ഉപേക്ഷിച്ചതെന്ന് വരുത്തി തീർക്കുക. അല്ല തന്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഒരാൾ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയെന്നോ, അല്ലെങ്കിൽ മിസ്റ്റേക്സ് ഒന്നും വേണ്ട, റിലേഷൻഷിപ്പ് ഒരു മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിംഗ് വഴി ബ്രേക്കപ്പ് ആവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ചില ആളുകൾ സ്ത്രീകളെ വളരെയധികം മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ നമുക്ക് ചിത്രത്തിൽ കാണാനും കഴിയും. തന്റെ പാർട്ട്ണറിന്റെ സ്വപ്നങ്ങൾ എന്താണെന്ന് പോലും വിക്രമിന് അറിയില്ല. എത്രയോ നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹിച്ചു വന്ന ഒരാളാണ് ഭൂമ. അവരുടെ അച്ഛന്റെ പ്രഷറൊക്കെ ഓവർകം ചെയ്തിട്ടാണ് അവരവിടെ നിൽക്കുന്നത്. അപ്പോൾ അവരെ രക്ഷിക്കാനായിട്ട് ഞാൻ എത്രയും വേണം തന്നെ കല്യാണം കഴിക്കാം എന്നൊരു ഡിസിഷനൊക്കെ കൊണ്ടു ചെന്നിട്ട് ഞാൻ അവളെ കല്യാണം കഴിക്കാൻ നോക്കിയപ്പോൾ അവർക്ക് അതല്ലായിരുന്നു വേണ്ടത്, ഞാനൊരു നല്ല പയ്യനായി പോയി, എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ചോദിക്കുന്ന ഒരു നല്ലൊരു ക്രിമിനലിനെ കൂടി നമുക്ക് ആ ചിത്രത്തിൽ കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു തുടങ്ങിയ കപ്പമൻ ഡ്രാമ ട്രയാങ്കിളിലേക്ക് ഞാൻ ഒന്നും കൂടി വരുന്നു. നിങ്ങൾ റിലേഷൻഷിപ്പിലായിട്ടുള്ള ഒരു ടോക്സിക് വ്യക്തി, ആ വ്യക്തിയിൽ ഒരു പക്ഷേ പെർസിക്യൂട്ടർ റോൾ ഉണ്ടായിരിക്കാം, വിക്ടിം റോൾ ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ റെസ്ക്യൂർ റോളും ഉണ്ടായിരിക്കാം. ഈ 3 റോളുകളും ഒരാൾ തന്നെ കാണിക്കുകയാണെങ്കിൽ
അതുകൊണ്ട് അയാൾ നല്ലവനാവുന്നില്ല എന്ന് മനസ്സിലാക്കുക. കാര്യം അയാൾ കാണിക്കുന്ന വിക്ടിം പ്ലേ ആയിരിക്കില്ല ഒരു പക്ഷെ അയാൾ പെർസിക്യൂട്ടർ പൊസിഷനിലേക്ക് മാറുമ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അയാളെ രക്ഷിക്കാനായിട്ട് നിൽക്കുമ്പോഴത്തേന് ഒരു പക്ഷെ അയാൾ നിങ്ങളെ ശിക്ഷിച്ചിട്ട് പോയിട്ടുണ്ടായിരിക്കും. വിക്രമിന്റെ ചൈൽഡ്ഹുഡ് ഒരു പക്ഷെ അദ്ദേഹത്തെ തീർച്ചയായിട്ടും ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഭാര്യയെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന അച്ഛനെയാണ് അയാൾ കണ്ടിരിക്കുന്നത്, വളരെയധികം വിനയ വിധേയത്തോടുകൂടി ജീവിക്കുന്ന അമ്മേനെയാണ് അയാൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ സ്ത്രീകളെല്ലാം അങ്ങനെ ആയിരിക്കണമെന്നാവും അയാൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഭൂമ ഈ ഒരു റിലേഷൻഷിപ്പിൽ തുടർന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അവർക്ക് ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്തു പോകാൻ സാധിക്കാത്തത്, അവസാനം എങ്ങനെയായിരിക്കും അവർ ആ സാഹചര്യത്തിൽ നിന്ന് പുറത്തു വന്നത്? ഇത്തരത്തിലുള്ള ആ ഒരു ക്യാരക്ടർ അനാലിസിസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു.